നമസ്കാരം. കാർത്തിക നക്ഷത്രക്കാരുടെ സാമാന്യമായിട്ടുള്ള ഗുണദോഷ സ്ഥിതികളും പ്രത്യേകതകളുമൊക്കെ പരിഗണിക്കാം. കാർത്തിക നക്ഷത്രക്കാർ ജനിക്കുന്നത് ആദിത്യ ദശയിലാണ്. കാർത്തിക നാളിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ്റെ ദശാകാലത്തിലാണ് ജനനം. തുടർന്ന് വരുന്നത് ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജനനശിഷ്ടം ആദിത്യദശ എത്രത്തോളം വരുന്നുണ്ട് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ തുടർന്ന് ഓരോ നിശ്ചിത പ്രായത്തിലും ചന്ദ്രദശയും ചൊവ്വാദശയും രാഹുദശയും ഒക്കെ എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിൽ ചന്ദ്രദശ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചൊവ്വാദശ അത്ര കണ്ട് അനുകൂലമാകണമെന്നില്ല. ചില പ്രത്യേക ഗ്രഹസ്ഥിതികളിൽ ജനിച്ചവർക്ക് ഈ കുജദശ ഗുണം ചെയ്യാറുണ്ട്. പൊതുവെ ചൊവ്വാദശ അത്ര അനുകൂലമല്ല. യൗവന മധ്യത്തിലും മറ്റും വരുന്നതാണ് രാഹുദശ ഈ നാളുകാർക്ക്. രാഹുദശ കാർത്തിക നാളുകാരെ സംബന്ധിച്ച് ഒട്ടും നല്ലതായിരിക്കുകയില്ല. വളരെ ദോഷകരമാകാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ കാർത്തിക നാളിൻ്റെ അധിപൻ ആദിത്യനാണ് എന്ന് പറഞ്ഞു. ഈ ആദിത്യൻ, അതായത് സൂര്യൻ, ഏറ്റവും വിപരീതാത്മകമായി ഭവിക്കുന്ന ഗ്രഹമാണ് രാഹു. കാരണം എന്താണ്? സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ഗ്രഹമാണ് രാഹു. അതുകൊണ്ട് തന്നെ ഈ രാഹുവിൻ്റെ ദശാകാലം ആദിത്യൻ്റെ ആധിപത്യത്തിൽ വരുന്ന കാർത്തികക്കാർക്ക് ഒട്ടും ഗുണം ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആദിത്യ ഹൃദയ സ്തോത്രം പതിവായിട്ട് ചൊല്ലുക. ഗൃഹത്തിൽ നവഗ്രഹ പൂജ, ആദിത്യ ശാന്തി തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുക. സൂര്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പൊങ്കൽ വഴിപാട് നടത്തുക. ഇതെല്ലാം തന്നെ നല്ല പരിഹാരങ്ങൾ ആണ്. അതോടൊപ്പം ആദിത്യൻ്റെ സ്റ്റോൺ എന്ന് പറയുന്നത് റൂബി അഥവാ മാണിക്യം ആണ്. ഇത് ഏറ്റവും ഗുണനിലവാരമുള്ളത് പ്രത്യേകം സെലക്ട് ചെയ്ത് വാങ്ങിക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിച്ച റൂബി എന്ന കല്ല് സ്വർണ്ണ ലോക്കറ്റിലാക്കി ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്.